ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിട്ട് സ്വാഗതം. ഇന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട് കേട്ടോ. ഇക്കാടെ ബ്രദറിൻ്റെ ഷോപ്പായ റോയൽ മെഡിക്കൽസ് കുട്ടനാട്, അവിടെയാണ് നമുക്ക് ഇന്ന് നോമ്പ് തുറ. അപ്പോൾ ഇക്കാക്ക് ഡ്യൂട്ടിയുള്ളതുകൊണ്ട് ഞാൻ ബ്രദറിൻ്റെ ഒപ്പം കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ എത്തിക്കണം, അവിടെ ആരും എത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊക്കെ കുറവാണ്, വീഡിയോ എടുക്കരുത് അറിയണവരെ. ഈ റെസ്റ്റോറൻറ്റിലാട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഇഫ്താർ. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് പട്ടാമ്പിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവർ കാണിച്ചു തരുകയാണ്. അപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ. ബാങ്ക് കൊടുക്കണതിൻ്റെ കുറേ മുന്നേയാണ്, ഞങ്ങൾ 6 മണിയാവണതിൻ്റെ മുന്നേ എത്തിക്കണം. അപ്പം എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ കറങ്ങി വരാം. അതിങ്ങനെ തൊട്ട് മുന്നിൽ തന്നെ കേട്ടോ കണിച്ചിറക്കൽ മാള്. അപ്പം ഞങ്ങൾ വാപ്പാനെയും കൂട്ടിയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നേരം പോവുക എന്നുള്ള ലെവലിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഏത് മാളിൽ പോയാലും വാപ്പ ഫസ്റ്റ് നോക്കി ഈത്തപ്പഴം കേട്ടോ. വാപ്പാക്ക് ഈത്തപ്പഴത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്കങ്ങനെ അറിയാത്ത ഈത്തപ്പഴത്തിൻ്റെ പേരൊക്കെ വാപ്പാക്ക് അറിയാം കേട്ടോ. എനിക്ക് ആകെ ഒരു കാരക്ക, അജുവ അങ്ങനെയൊക്കെ അറിയുള്ളൂ. വാപ്പാക്ക് ആ ഈത്തപ്പഴം ഉണ്ടോ എന്തൊക്കെയോ പേരോട് ചോദിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട്. പക്ഷേ എനിക്കൊന്നും അതറിയില്ല. വാപ്പ അങ്ങനെ ഈത്തപ്പഴം കണ്ടേക്ക് വാപ്പ ആ ഈത്തപ്പഴത്തിൻ്റെ ലോകത്തേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് വരുന്നില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് നല്ല അടിപൊളി മാളാട്ടോ. പക്ഷെ ആരുമില്ല, റംലാനായിട്ടാ തോന്നുന്നു. അതിനത് വർക്ക് ചെയ്യണില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. അതോ പോയത് ഏരിയല്ലോ വരുമ്പോ. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനുള്ള സമയം ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിരുന്നു കേട്ടോ. സ്റ്റാഫുകളൊക്കെ വന്നിരുന്നു, പുതിയ സ്റ്റാഫുകളും പഴയ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റിൻഷിക്കുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ. അവൾ വരുമ്പോൾ അവൾക്ക് നല്ലൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂപ്പറല്ലേ, താങ്ക് യു പറ. അടിപൊളി. ഈ മോളും മമത മോഹൻദാസിൻ്റെ കൂടെ ഒരു ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എത്തിയിരുന്നു കേട്ടോ. ഫ്രണ്ട്സും ഫാമിലിയും സ്റ്റാഫുകളും ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഇഫ്താർ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇഷാമും സുബൈർക്കൊക്കെ എത്തിക്കുന്നു കേട്ടോ. ഇഷാമ അവൻ്റെ ഉപ്പാടൊപ്പം പോയിരുന്നു ക്ലിനിക്കിലേക്ക്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാളിലേക്ക് പോയി കേട്ടോ. അവിടെ പ്രയർ ഹാളുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അടിപൊളി ഫുഡായിരുന്നു. മന്തി ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, പൊറാട്ട, ചിക്കൻ കറി, പത്തിരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് നമ്മളിങ്ങനെ വിളമ്പിയെടുക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നമ്മൾ നോമ്പറന്നാൽ കുറച്ച് നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ. വെള്ളമൊക്കെ കുടിച്ച് വയറ് ഫുള്ളായിരുന്നു. അങ്ങനെ പകൽ ഉറങ്ങിക്കിടന്നിരുന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നില്ല. അപ്പോൾ അവിടെ ഉണർന്നിരിക്കുന്നു കേട്ടോ. അവിടെ പേരെന്നെ പാതിര കുലുക്കി എന്നാട്ടാ, നല്ല അടിപൊളി ഒരു പേര്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, ഇത് കഴിഞ്ഞേക്ക് എല്ലാവരും കണ്ടും പിന്നെ അവിടേക്കാണ് പോണത്. നല്ല ഉപ്പിലിട്ട നല്ല അടിപൊളി സാധനങ്ങളിലും ഇട്ട അവരെ സ്പെഷ്യൽ മസാല നല്ല അടിപൊളിയാണ്. അവിടുന്ന് ഞങ്ങളൊരു മുട്ട മസാല, മുട്ട കാന്താരി അത്രയും നല്ല എരിവുണ്ട് കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കഴിച്ചാൽ നല്ല എരിവായി. ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. നമ്മുടെ റോയൽ മെഡിക്കൽസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഒരു എടുത്തു പറയേണ്ട തന്നെ കേട്ടോ,
അവിടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും, ഓൾഡ് ആവട്ടെ ന്യൂ ആവട്ടെ, എല്ലാവർക്കും അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയ ഒരു ഉടമ. അത് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് ഡോക്ടർ യശസ്വിനിയോടായിരുന്നു കേട്ടോ വന്നിരുന്നത്. ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഉത്സവം കണ്ട്. ഇഷാമ് ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഉത്സവം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലെ യാത്രയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ നല്ല ചുവന്ന ചന്ദ്രനെ കണ്ട് ഇഷാമിന് ഭയങ്കര സന്തോഷമായി. മന്തിയൊക്കെ കഴിച്ച കാരണം അതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർബത്ത് ഷെഫീഖിൻ്റെ കടയിൽ കയറി നല്ലൊരു അടിപൊളി കുലുക്കി സർബത്തൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, ബായ്.